Hello dear students, welcome back to Comex tutorial. India's 33 ഏണിംഗ് പെർ ഷെയർ എന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EPS അഥവാ ഏണിംഗ് പെർ ഷെയർ. രണ്ട് ടൈപ്പ് ഏണിംഗ് പെർ ഷെയർ ആണുള്ളത്. ഒന്ന് ബേസിക് ഏണിംഗ് പെർ ഷെയറും രണ്ടാമത്തത് ഡൈല്യൂട്ടഡ് ഏണിംഗ് പെർ ഷെയറും. അപ്പോൾ എന്താണ് ബേസിക് EPS എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈല്യൂട്ടഡ് EPS. അപ്പോൾ എന്താണ് ഡൈല്യൂഷൻ എന്നുള്ള വേർഡിൻ്റെ മീനിങ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഡൈല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പി എസ് കുറയുന്നതിനെയാണ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ ഏർണിങ്സ് 10 lakh ആണ്. ഓക്കെ, അപ്പോൾ 1 lakh പ്രിഫറൻസ് ഷെയർ അവർക്കുള്ള ഡിവിഡൻഡ് എന്നുള്ളത് 2 lakh കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള പ്രോഫിറ്റ് എന്നുള്ളത് 8 lakh ആണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് 2 lakh ആണ്. അങ്ങനെയാണെങ്കിൽ ബേസിക് EPS 8 lakh ഡിവൈഡഡ് ബൈ അല്ലേ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഇവിടെ 2 lakh ആണ്, വെയ്റ്റഡിൻ്റെ ആവശ്യമൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ APS = 4. ഇനി ഇതിൽ നമ്മൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, ഇപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർ ഉള്ളത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് എന്തായിട്ട് മാറും? ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഏർണിങ്സ് അവിടെ 10 lakh തന്നെയാണ്. പ്രിഫറൻസ് ഷെയർ പ്രിഫറൻസ് ഷെയർ ഇല്ല, അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർ എന്തായിട്ട് മാറി? ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? 10 lakh ആണ്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്നുള്ളത് ഇപ്പോൾ ഈ 1 lakh പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്തായിട്ട് മാറി? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്ര ആവും? 3 lakh ആകും. സോ EPS എന്നുള്ളത് 10 ഡിവൈഡഡ് ബൈ 3, 10 lakh ഡിവൈഡ് ബൈ 3 lakh, അപ്പോൾ 3.33. അപ്പോൾ ഇവിടെ നോക്കുക, കൺവെർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാരണം കൊണ്ട്, അഥവാ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതാണ്? കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർ. അപ്പോൾ കൺവെർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാരണം കൊണ്ട് EPS കുറയുന്നതിനെയാണ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. ഡൈല്യൂട്ടഡ് EPS. ഒരു കമ്പനി എന്തിനാണ് ഡൈല്യൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യുക? അല്ലെങ്കിൽ എപ്പോഴാണ് ഡൈല്യൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഒരു കമ്പനിയുടെ കയ്യിൽ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഉണ്ടെങ്കിൽ, പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഷെയറിനെയാണ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് എന്ന് പറയുക. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നുണ്ടെങ്കിൽ കമ്പനി ബേസിക് EPSന് പുറമെ ഡൈല്യൂട്ടഡ് EPSും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ബേസിക് EPSൽ കറൻറ്റ് ഇയറിൽ കമ്പനിയുടെ ഏണിങ്സ് പ്രകാരം ഒരു ഷെയറിന് എത്ര ഏണിങ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ ബേസിക് EPS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഡൈല്യൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഈ കറൻറ്റ് ഇയർ ഏണിങ്സ് ഫ്യൂച്ചറിൽ കൺവെർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടിയത് കൊണ്ട് EPS കുറയും. അപ്പോൾ ഡൈല്യൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ കറൻറ്റ് ഇയറിലെ ഏണിങ്സ് ഇത്ര ഉണ്ട്. ഓക്കെ, ഭാവിയിൽ കൺവെർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ് കാരണം ഈ ഏണിങ്സിൻ്റെ ബേസിക് EPS കുറയും എന്നുള്ളത് ഷെയർ ഹോൾഡേഴ്സിന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡൈല്യൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യുന്നത്. At the end of an accounting year, a company may have some securities which do not have at present any claim upon the equity earnings. But in the future, a claim upon earnings may arise for such securities like convertible securities ആയിട്ടുള്ള ഓപ്ഷൻ, വാറൻറ്റ്, പിന്നെ കൺവെർട്ടബിൾ ഡിബഞ്ചർ, കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എക്സെട്ര. ഓക്കെ, ഇപ്പോൾ അതെന്തല്ല ഓർഡിനറി ഇക്വിറ്റി ഷെയർ അല്ല, പക്ഷേ അത് ഭാവിയിൽ അത് ഓർഡിനറി ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വെൻ കൺവേർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ് ആർ കൺവേർട്ടഡ് ഇൻ ഫ്യൂച്ചർ ഓർ ഓപ്ഷൻ ഓർ വാറൻറ്റ് ആർ എക്സസൈസ്ഡ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, എന്ന് വെച്ചാൽ കൺവേർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫ്യൂച്ചറിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് മൈറ്റ് ഇൻക്രീസ്. ഈ ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പറിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് വരും. ഓക്കെ, ദിസ് ഇൻ ടേൺ റിസൾട്ട് ഇൻ എ ഫാൾ ഇൻ ദി EPS. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? EPS കുറയും. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ നോക്കിയില്ലേ, അത് തന്നെയാണ്.
ദിസ് റെഡ്യൂസ്ഡ് ഇ പി എസ് ഈസ് നോൺ ആസ് ഡൈലൂട്ടഡ് ഇ പി എസ്. ആ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഇ പി എസിനെ പറഞ്ഞ പേരാണ് ഡൈലൂട്ടഡ് ഇ പി എസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ കയ്യിൽ കൺവെർട്ടബിൾ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ ആ കമ്പനി ഡൈലൂട്ടഡ് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ എന്ത് അസംഷൻ വെച്ചിട്ട്? ഓൺ ദി അസംഷൻ ദാറ്റ് കൺവെർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കൺവെർട്ടഡ് ഇൻ ടു ഓർഡിനറി ഷെയർസ്. ഓക്കെ, അപ്പോൾ കൺവെർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർഡിനറി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്തു എന്ന അസംഷൻ്റെ ബേസിൽ ഡൈലൂട്ടഡ് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? ഡൈലൂട്ടഡ് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക് ഇ പി എസിൽ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ, പക്ഷേ കുറച്ച് അധികം അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ്? നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും ഫോർ ദി പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡൈലൂട്ടഡ് ഇ പി എസ് നമുക്ക് എന്ത് വേണം? ഡിനോമിനേറ്റർ ആയിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഷെയർ ഉണ്ട്. ഒന്ന് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസും ഒന്ന് ഓർഡിനറി ഷെയർസും. അപ്പോൾ ഓർഡിനറി ഷെയർസിൻ്റെ ബേസിക് ഇ പി എസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസിൻ്റെ വെയ്റ്റഡ് ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഫോർ ദി പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡൈലൂട്ടഡ് ഇ പി എസ് ദ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഷുഡ് ബി വെയ്റ്റഡ് ദ ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ബേസിക് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്ത് അതേപോലെ ഓർഡിനറി ഷെയർസിൻ്റെത് എടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് അതിൻ്റെയും വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾക്ക് എന്ത് കിട്ടിയപ്പോൾ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കിട്ടി. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന ബേസിക് ഇ പി എസിൽ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഓർഡിനറി ഷെയർസിൻ്റെ വെയ്റ്റഡ് ആവറേജ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് ഉണ്ടെങ്കിൽ അതിൻ്റെയും വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ 1 lakh കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഒരു കമ്പനിയുടെ കയ്യിലുണ്ട്. അത് ഓൾറെഡി ഉള്ളതാണ് 1 April 2019 മുതൽ. ഇനി കൺവേർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് എന്താണ്? 50,000 കൺവേർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/7/2019. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും 1 lakh ഇൻറ്റു 12/12 1 lakh തന്നെയാണ് പ്ലസ് 50,000 ഇൻറ്റു എത്ര വരിക? 9 months ഉണ്ടാവും അല്ലേ? 7, 8, 9, 10, 11, 12, 1, 2, 3. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9 months 9/12. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് കൂടി കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറി ഷെയർസിൻ്റെ വെയ്റ്റഡ് ആവറേജ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസിൻ്റെ വെയ്റ്റഡ് ആവറേജ് നമ്പറും ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. ഇനി ഡൈലൂട്ടഡ് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈലൂട്ടഡ് ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡൈലൂട്ടഡ് ഷെയർസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡൈലൂട്ടഡ് ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. The earnings used for calculating basic EPS should be adjusted by the after tax effect of the following. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിവിഡൻറ്റിനാണെന്നുണ്ടെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല. ഓക്കെ, ഇൻട്രസ്റ്റിനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡൈലൂട്ടഡ് ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 816 ലക്ഷമാണെന്ന് വിചാരിക്കാം. ഇൻട്രസ്റ്റ് 16. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയായാലും 800 മൈനസ് ടാക്സ് റേറ്റ് 25%. ഓക്കെ, 25% വരുമ്പോൾ 200. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏണിങ്സ് എന്നുള്ളത് എത്രയാണ്? 600 ഓക്കെ, ഇനി നമ്മൾ ഡൈലൂട്ടഡ് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏണിങ്സിൽ എന്ത് ചെയ്യും? കുറവ് വരും. കാരണം ഇപ്പോൾ നമ്മളുടെ എക്സാമ്പിളിൽ നമ്മൾ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഉണ്ടായിരുന്നു. അതെന്തായിട്ട് മാറുകയാണ്? ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏണിങ്സിൽ എത്രയാണ്? മാറ്റമൊന്നും വരുന്നില്ല. ഏണിങ്സിൽ 816. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ, കാരണം കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്തായിട്ട് മാറി, ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അവർക്ക് എന്ത് വേണ്ട, ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 816 തന്നെയാണ് എന്ത് വരിക, എമൗണ്ട് വരിക. ഇന്ന് ടാക്സ് കുറക്കുക. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25%. അപ്പോൾ ടാക്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വരും? ടാക്സ് എന്നുള്ളത് 204 816 25%. സോ 612 കിട്ടും എന്ത്, ഏണിങ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് ബേസിക് EPSൽ. കാരണം ഈ ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസ് ആണ്, അത് ലെസ് ചെയ്തിട്ട് എന്താണ് കിട്ടിയിട്ടുള്ള 800. ആ 800 മുകളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ടാക്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ് കുറച്ച് ടാക്സ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ ഇൻട്രസ്റ്റിന് എന്തില്ല, നമുക്ക് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ടാക്സ് എന്തില്ല, ടാക്സ് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ 816 നമ്മൾ ടാക്സ് കൊടുത്തപ്പോൾ 204 എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും, പക്ഷേ ടാക്സിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ ഡിവിഡൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് ഇല്ല. കാരണം ഡിവിഡൻറ്റിന് എന്ത് കിട്ടില്ല, ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല. ഓക്കെ, ഇൻട്രസ്റ്റിനാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അത് എന്ത് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്നിട്ട് ഇത് ചെറിയൊരു പ്രോബ്ലമാണ്, വലിയ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. നമുക്കൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാം. എക്സാമ്പിൾ ഇതാണ്: എക്സ് ലിമിറ്റഡ് ഹാസ് 100 million of rupees 10 shares in issue. ഓക്കെ, അപ്പോൾ 100 million 10 രൂപയുടെ 100 million ഷെയർസ് ഉണ്ട്. ഇറ്റ് ആൾസോ ഹാസ് 2 million 2 million 100 രൂപയുടെ കൺവെർട്ടബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൺവെർട്ടബിൾ ബോണ്ട് 100 രൂപേൻ്റെ കൺവെർട്ടബിൾ ബോണ്ട് എത്ര ഉണ്ട്, 2 million ഉണ്ട്. ദ ബോണ്ട് ഹാവ് എൻ ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണ്, ടാക്സ് റേറ്റ് 25%. ഈച്ച് ബോണ്ട് വിൽ ബി കൺവെർട്ടബിൾ ഇൻ ടു ഷെയർസ്. ഈച്ച് ബോണ്ട് വിൽ ബി കൺവെർട്ടബിൾ ഇൻ ടു 10 ഷെയർസ് ആണ് കേട്ടോ. ഒരു ബോണ്ടും 10 ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബേസിക് EPSും ഡൈലൂട്ടഡ് EPSും ആണ്. അപ്പോൾ ഏണിങ്സ് ഫോർ ദി പീരീഡ് എത്രയായിരുന്നു, 600 million ആണ് ഏണിങ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബേസിക് EPS വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ഏണിങ്സ് എത്രയാണ്, 600 million ഡിവൈഡഡ് ബൈ 100 അല്ലേ. 100 ആണ് ഓർഡിനറി ഷെയർസ് ഉള്ളത്, ഓർഡിനറി ഷെയർസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 6 കിട്ടും, 6 per ഷെയർ. ഓക്കെ, അപ്പോൾ 600 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 6 per ഷെയർ. അപ്പോൾ ബേസിക് EPS കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഡൈലൂട്ടഡ് EPS ആണ്. അപ്പോൾ ഡൈലൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എത്ര ഡൈലൂട്ടഡ് ഷെയർസ് ഉണ്ടെന്ന് നോക്കാം അല്ലേ. ഓൾറെഡി എത്ര, ആദ്യം 100 million ഷെയർസ് ഉണ്ടായിരുന്നു, 100 million ഷെയർസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ ഈ 2 million ബോണ്ട് ഉണ്ടായിരുന്നു, കൺവെർട്ടബിൾ ബോണ്ടാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ഷെയർ ഉണ്ടായിരുന്നത്, 100 million ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 2 million ബോണ്ട് ഉണ്ടായിരുന്നു. ഈ 2 million ബോണ്ട് എത്രയായിട്ട് കൺവേർട്ട് ചെയ്യും, ഒരു ബോണ്ട് 10 ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 million അല്ലേ, 2 × 10 അപ്പോൾ 20 million. ഓക്കെ, ഇവിടെയൊക്കെ മില്യൺ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 million. അപ്പോൾ പ്ലസ് മൊത്തം എത്ര വരും, 120 million എന്തുണ്ട്, ഇക്വിറ്റി ഷെയർ ഉണ്ട്. അപ്പോൾ ഡൈലൂട്ടഡ് ഷെയർസ് എന്നുള്ളത് എത്രയാണ്, 120 million ആണ്. ഓക്കെ, ഇനി ഡൈലൂട്ടഡ് ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡൈലൂട്ടഡ് ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആദ്യം എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടിയിട്ട് അപ്പോൾ ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 600 ആണ് ഏണിങ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 6 million കിട്ടിയത് ഏത് കൂടി ലെസ് ചെയ്തിട്ടുണ്ടാവും, 8% ഇൻട്രസ്റ്റും കൂടി ലെസ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അതിൽ നിന്ന് 25% ടാക്സും കൊടുത്തിട്ടാണ് ഈ 600 million കിട്ടിയിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കാം, ഇവിടെ ഡിബഞ്ചർ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 million ഡിബഞ്ചർ എന്തായിട്ട് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ എന്ത് കൊടുക്കണ്ട, ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് ആ ടാക്സ് ബെനിഫിറ്റ്, ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. നമ്മളിവിടെ ഏണിങ്സ് എന്നുള്ളത് എത്രയാണ്, 600 million. അതിൽ നിന്ന് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക, ഇൻട്രസ്റ്റ് ആഡ് ചെയ്യാം. ഇൻട്രസ്റ്റ് എന്നുള്ളത് എത്രയാണ്, 2 million × 100 × 8% ആണ്.
100 രൂപയുടെ 2 മില്യൺ ആണ് ഇൻറ്റു 8%. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ടാക്സ് 1 മൈനസ് ടാക്സ് റേറ്റ് എത്രയാണ്? 25%. അപ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. അതെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ക്ലിയർ? അപ്പോൾ അഡ്ജസ്റ്റഡ് ഏർണിങ്സ് എന്നുള്ളത് 612 മില്യൺ ആണ്. അപ്പോൾ ഇനി സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ബേസിക് ഡൈലൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡൈലൂട്ടഡ് EPS എന്നുള്ളത് ഡൈലൂട്ടഡ് ഏർണിങ്സ് 612 ഡിവൈഡഡ് ബൈ ഡൈലൂട്ടഡ് ഷെയർസ് 120. അപ്പോൾ 5.1 ആണ് ഡൈലൂട്ടഡ് EPS എന്നുള്ളത്. അപ്പോൾ ഡൈലൂഷൻ എത്ര സംഭവിച്ചു? 0.9 അല്ലേ? 0.9 എന്ത് ചെയ്തിട്ടുണ്ട്? ഡൈലൂഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇൻട്രസ്റ്റിൽ ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ആ 1 മൈനസ് 0.25 ചെയ്തത്. അത് 2.25 എന്നുള്ളത് ടാക്സ് റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 25% ആയതുകൊണ്ടാണ് 0.25 എടുത്തത്. ഇനി 50% ആണെങ്കിൽ 0.50 എടുക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സിമ്പിളാണ് ഡൈലൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യാൻ. നമ്മൾ എന്ത് ചെയ്യാം? ഷെയർസിൽ ആഡ് ചെയ്യാം അല്ലേ? നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യും? കൂടും. അതേപോലെ ഏർണിങ്സിലും എന്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ബുക്കിലുണ്ട്, അത് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.